ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രവീൺ മാസ്റ്റർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി നമ്മൾ കണ്ടിട്ട്. ചാനലും കുറേ ആയിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ചെറിയ രീതിയിലൊരു തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മടിയും എല്ലാം കൂടി ആയതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഒരു റിവ്യൂ പറയാം. ഒരു റിവ്യൂ അല്ല, ഞാൻ അങ്ങനെ സിനിമകളെക്കുറിച്ച് റിവ്യൂ ഒന്നും പറയാറില്ല. ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. ജിമ്മിൽ വെച്ചിട്ട് ഒരു ക്ലയൻ്റാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം, ഞാൻ ചോദിച്ചേ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ പ്രവീണായിട്ടൊന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. അയാൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഈ സിനിമയെക്കുറിച്ച്. ഒരുപക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്, അതായിരിക്കണം അദ്ദേഹം ഒന്നും സൂചിപ്പിച്ചില്ല. ഞാനും ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും കൂടുതൽ അന്വേഷിച്ചില്ല. അപ്പം ഞാനും എൻ്റെ ഇളയ മോളും പിന്നെ വൈഫുമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഈ പടം കാണാനായിട്ട് ആദ്യം ഇരുന്നതെങ്കിലും പിന്നെ പടത്തിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതിലൊരു അബദ്ധം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ശരിക്ക് ചെറിയ കുട്ടികൾക്ക് ഈ പടം, എല്ലാ കുട്ടികളും ഞാൻ പറയുന്നില്ല, ചില കുട്ടികൾ ചിലപ്പോൾ, എൻ്റെ മോള് എന്തായാലും 2 ദിവസം ഉറങ്ങിയിട്ടില്ല. അത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അവൾ. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പടം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് വളരെ നല്ലൊരു സിനിമയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമായിട്ടുള്ളൊരു അനുഭവമല്ല കേട്ടോ. ഇതുപോലത്തെ ഇത്രയും വലിയ ട്രാജഡിക് ആയിട്ടുള്ളൊരു അനുഭവമല്ല ഞാൻ പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ്, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം കുറച്ചൊന്ന് വൈകിട്ടാണ്, ഒരു 11 മണിയുടെ അടുത്തായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കതാണ് ഓർമ്മ. കുറച്ച് കാലമായി ഇത് നടന്നിട്ട്. അപ്പോൾ ഒരു 11 മണിയായ സമയത്ത് 10:45 ആ ടൈം, 10:30 മണിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാമറ ബാഗൊക്കെ ഉണ്ട്. ക്യാമറ ബാഗിൽ എങ്ങനെയും ഒരു 10 ലക്ഷം രൂപയോളം വിലയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ പാലക്കാടിലേക്ക് വരണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 2 സൈഡും നല്ല കായൽ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അതിൽ കുഞ്ഞി ഇടവഴി, ആ ഇടവഴിയിലൂടെയാണ് നടന്നു വരുന്നത്. 2 സൈഡും നല്ല കാറ്റ്, രസകരമായിട്ടുള്ളൊരു, ഇന്നും മറക്കാൻ പറ്റില്ല ആ ഒരു സംഭവം. രാത്രി ആ ഒരു സീനറി എല്ലാം നല്ല രസമായിരുന്നു. അങ്ങനെ നടന്നിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ബസ്സിൽ കയറിയിട്ട് എനിക്ക് അങ്ങോട്ട് കുറച്ച് ടൗണിലേക്ക് വരണം. കുറച്ചൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലം, ഗ്രാമമാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 4-5 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് അതിൽ ഒരാളോട് ചോദിച്ചു, ലാസ്റ്റ് ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരാൾ പറഞ്ഞത്, ലാസ്റ്റ് ബസ് പോയല്ലോ, എല്ലാം പോയല്ലോ, ഇനിയിപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടോ പോലും ഇവിടെ കിട്ടുള്ളൂ, കുറച്ച് വളരെ മുന്നോട്ട് നടന്നു പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു, എന്തായാലും നടക്കാം, കുറച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് വല്ല ഓട്ടോ പിടിച്ച് അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിന്നത്. പക്ഷെ ആ സമയത്ത് അവർ തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഒറ്റയ്ക്ക് അയക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തവർ. അത് അവർ തന്നെയാണ് സംസാരിക്കുന്നത്. അതിന് ശേഷം അതിലൊരാൾ വന്നിട്ട്, ബായ് ഞങ്ങളെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ എന്നെ കൊണ്ടുപോയത് നേരെ ആളുടെ വീട്ടിലേക്കാണ്. നല്ല രസമുള്ളൊരു കായലോരത്താണ് ആളുടെ വീട്. അപ്പോൾ അവിടേക്ക് എന്നെ വിളിച്ചിട്ട് പോയി. എന്തായാലും ബായ് ഞങ്ങൾ രാത്രി വിടില്ല, ഇനി നാളെ പോയാൽ മതി, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 5-6 പേരോളം ഉണ്ട്. അങ്ങനെ എന്നെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അവർ. ഞാൻ ആദ്യം പോയില്ല, പിന്നെ അവർ നിർബന്ധിച്ച് എന്നെ വിളിച്ചിട്ട് വിളിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും
ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതാണ് എൻ്റെ, വലുതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു കുട്ടിയോ മറ്റൊന്ന്. സംഭവം നടന്നിട്ട് ഒരുപാട് കാലമായി. പിന്നെ ആളുടെ അച്ഛനും അമ്മയും അങ്ങനെ അവർ എന്നെ അവരെ മുകളിൽ എനിക്ക് ഒരു റൂം തന്ന് അതിൽ കിടന്നോളാൻ പറഞ്ഞവർ. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് പിറ്റേ ദിവസം കാലത്ത് റെഡിയായി വരാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് പുട്ടും കടലയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് പുട്ടും കടലയും കഴിച്ച് ഞാൻ ഇവരുടെ കൂടെ, അപ്പോഴേക്കും ഒരു ഫ്രണ്ട്സ് എല്ലാവരും വന്ന് എന്നെ വിളിച്ച് കൊണ്ടുപോയി ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് എന്നെ അവർ അയച്ചത്. എന്നിട്ട് പാലക്കാട് എത്തിയപ്പോൾ എനിക്കവർ കോൾ ചെയ്തു, പാലക്കാട് എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അതാണ് കൊച്ചിക്കാരെന്ന് പറയുന്നത്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിലാണെങ്കിൽ എനിക്ക് ഇതുപോലൊരു കെയറോ സപ്പോർട്ടോ ഒരു ഭാഗത്തുനിന്ന് കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. ഞാനിതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിരുന്നത്. കാരണം 5 മിനിറ്റ് മാത്രമേ അവർക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റ് മാത്രമാണ് അവരെന്നെ കണ്ടിട്ടുള്ളത്. കൂടുതലൊന്നും അവർക്ക് എന്നെക്കുറിച്ച് അറിയുമില്ല. അവരാണ് എന്നെ ഒരു ദിവസം മുഴുവനായിട്ട് അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ആ ബ്രേക്ക്ഫാസ്റ്റ് തന്ന് എന്നെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് പോയത്. പക്ഷേ ഇന്നും അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കേട്ടോ. എല്ലാം, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ പോലും അവർ സ്ഥിരമായിട്ട് കാണാറുണ്ട്, എൻ്റെ ഫേസ്ബുക്കിൽ വരാറുണ്ട്. ഒരുപാട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് പറയാൻ അത്രയും മാത്രം എനിക്ക് വില കൂടിയതാണ്. വില കൂടിയ അത് വാക്കുകളുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും 5 മിനിറ്റിലെ ബന്ധം കൊണ്ടാണ് അവരെന്നെ കൊണ്ടുപോയി ആ വീട്ടിൽ താമസിപ്പിച്ചത്. സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്ന ഫ്രണ്ട്ഷിപ്പാണ് അവർ. എനിക്ക് കൊച്ചിക്കാരെ നന്നായിട്ട് അറിയാം. അവർ ഗുണ കേവിൽ സുഭാഷ് വീണിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല എവറസ്റ്റ് കൊടുമുടിയിലാണെങ്കിൽ പോലും അവർ തിരിച്ച് വീട്ടിലെത്തിച്ചിരിക്കും. കാരണം വെറും 5 മിനിറ്റ് പരിചയമുള്ള എന്നെ അവർ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ, കാലങ്ങളോളം ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള സുഭാഷിനെ ചിന്തിക്കുക വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് വളരെയേറെ ഒരു വില കൊടുക്കുന്ന ആൾക്കാരാണ് കൊച്ചിക്കാരെന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ എന്തായാലും ആ സിനിമ കാണണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു റിവ്യൂ അല്ല കേട്ടോ, ഈ സിനിമ കാണണം. ഇത് റിയൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. ശരിക്കും ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു ഫിലിമാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா? சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே.